ആദ്യം പണത്തെക്കുറിച്ച് വളരെ അകൽച്ച ഉണ്ടാകുന്ന നമ്മളിൽ കിടക്കുന്ന മൈൻഡ് സെറ്റിനെ റീസെറ്റ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് നമ്മുടെ മൈൻഡിൽ ഒരു ദരിദ്രൻ്റെ മൈൻഡ് സെറ്റ് ഭൂരിപക്ഷം ആൾക്കാർക്കും. കാരണം പലതും നമ്മൾക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നത് നമുക്ക് അതിന് അർഹതയില്ലെന്നും അതെല്ലാം സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കണമെന്നും കുട്ടിക്കാലത്താണെങ്കിലും പൈസ ഉള്ളവരുടെ മക്കൾക്ക് ഉപയോഗിക്കണമെന്ന് വില കൂടിയ കളിപ്പാട്ടങ്ങളും ഉപകരണങ്ങളും എല്ലാം സൗകര്യങ്ങളും എല്ലാം എന്നുള്ളതാണ് നമ്മൾ കേട്ട് വളർന്നിരുന്നത്. അത് തന്നെ പണത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഇത് കുട്ടിക്കാലം മുതലേ നമ്മളിലുണ്ട്. പിന്നെ അതിനൊരു ഫിസിക്കൽ രൂപമുണ്ട്, കറൻസിയുടെയും കോയിൻ്റെ എല്ലാം രൂപത്തിൽ. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ കൈകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മളുടേതെന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നത്. അതാണല്ലോ റിയാലിറ്റി. നമ്മൾ അനുദിന ജീവിതത്തിൽ പണമായി കണക്ട് ചെയ്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവുകൾ, പോരായ്മകൾ, നഷ്ടങ്ങൾ, അതിനെ നമ്മൾ റീതിങ്ക് ചെയ്യുകയും അല്ലെങ്കിൽ തിങ്ക് ചെയ്യുകയും അതിനെക്കുറിച്ച് റിയലായിട്ടും അത് തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഹാബിറ്റും ഉണ്ടാകാറുണ്ട്. റിയലായിട്ടും പണം ഒരു ഊർജമാണ് എങ്കിൽ ആ ഊർജം നമ്മളിലുണ്ടല്ലോ. മനസ്സിലായ നമ്മളിൽ ഒരു ഊർജമുണ്ട് അല്ലെങ്കിൽ എനർജി ഉണ്ട്. പണം ഇതുപോലെ ഒരു എനർജിയാണ്, അഥവാ ഊർജമാണ്. എങ്ങനെയാണ് പണം നമ്മളിലേക്ക് ഒരു കറൻസിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ കോയിൻ്റെ രൂപത്തിൽ, ബാങ്ക് ബാലൻസിൻ്റെ രൂപത്തിൽ വരുന്നത്? നമ്മളിലെ ഊർജം ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രം. അതായത് നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നമ്മളെ ഫിസിക്കൽ ബോഡിയുടെ റിയാക്ഷനും ആക്ഷനും സംസാരവും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അതെല്ലാത്തിൽ നിന്നും ഒരു ഊർജം വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ പരിമിതികളുണ്ട് പണത്തിന്. നമ്മളുടെ ജോലി എന്നാണ് നമുക്ക് ഇത്ര ശമ്പളമുള്ളൂ, അത് വെച്ച് നമുക്ക് ഇത്ര കിട്ടുള്ളൂ, ഇത്ര പണമേ എനിക്ക് കിട്ടുള്ളൂ, അതിനുള്ള അർഹത എനിക്കുള്ള, അതിനുള്ള വിദ്യാഭ്യാസമുള്ള, അതിനുള്ള ക്വാളിറ്റിയുള്ളൂ. ഇതാണ് നമ്മൾ വിശ്വസിച്ചേക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ പണത്തെക്കുറിച്ച് നമ്മൾ ഒരു കുറേയധികം തെറ്റിദ്ധാരണകൾ നമ്മളുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച നമുക്ക് വരാത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പണം ഒരു ഊർജ്ജമാണെന്ന് മനസ്സിലാക്കുക. ഈ ഊർജ്ജം യൂണിവേഴ്സിൽ മൊത്തം കൊണ്ട് നമ്മളിലുണ്ട്, മൊത്തം ഇത് ഉണ്ട്. എങ്കിൽ ഈ ഊർജ്ജം നമ്മളിലേക്ക് ഒഴുകിയാൽ പണം നമ്മളിലേക്ക് ഒഴുകും. ഈ ഊർജ്ജത്തിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പണം നമ്മളിലേക്ക് കറൻസിൻ്റെ രൂപത്തിലും ബാങ്ക് ബാലൻസിൻ്റെ രൂപത്തിലും വരുമാനം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ബിസിനസ്സിൽ ഉയർച്ച വരുന്നതിൻ്റെ ഭാഗമായിട്ടെല്ലാം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളൂ.